ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിന്നറിനും ലഞ്ചിനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ ജീര റൈസും അതിന് പറ്റിയൊരു ദാൽ തടുക്കയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് ടിഫിനായിട്ടും അല്ലാതെ ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് ഒന്ന് കഴുകി കുതിർത്ത് അതിൻ്റെ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെക്കണം. കുക്കർ ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2-3 ഏലക്കായി, 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീര റൈസ് ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെള്ളമൊക്കെ മാറ്റി വെച്ച ആ ബസ്മതി അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഗീയിൽ ആണ് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓയിലാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മിനിറ്റോളം നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് തിളച്ച 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. ഇനി അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഇനി അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. ഇപ്പം നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നമ്മുടെ റൈസ് വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടും ഇല്ല, എവിടെയും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും. അപ്പം നമ്മുടെ ജീര റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന നമ്മുടെ ദാൽ തടുക്ക ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് തൂരപ്പരിപ്പും 1/2 കപ്പ് ചെറുപയർ പരിപ്പ്, 1/2 കപ്പ് മസൂർ ദാൽ, ഇത് 3ഉമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് സോക്ക് ചെയ്യുന്നുണ്ട്. 20 മിനിറ്റോളം സോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി കുക്കറിലല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടാണ് ഞാനൊന്ന് വേവിച്ച് എടുക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ തടുക്ക ഒന്ന് റെഡിയാക്കി എടുക്കാം. തടുക്ക ജസ്റ്റ് താളിപ്പാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലുമാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കഴുകിയിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ചുമന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സവോള ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്തിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലയായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ചെറിയ തക്കാളി അരിഞ്ഞതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം, അതുവരെയും നമ്മളിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ആയി വന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു പാനിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിലേക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കുക്കറിലേക്കാണ് മാറ്റുന്നത്. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. പരിപ്പാകുമ്പോൾ എന്തായാലും ഒന്ന് കുറുകും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഒന്ന് വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദാൽ തടുക്ക ഇവിടെ റെഡിയാണ്. അപ്പം നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു റൈസിൻ്റെ കൂടെ ഈ ഒരു കറി. അപ്പം ഡെഫിനറ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടിഫിനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. 2 റെസിപ്പി ആയാലും ദാൽ
തടുക്ക ആയാലും ജീര റൈസ് ആയാലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.